പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ നിങ്ങളോട് പറയണമെന്നും എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, നിസ്സഹായനായി നിൽക്കാണ്. എവിടെ നിന്ന് തുടങ്ങണം എന്ന് പോലും എനിക്കറിയില്ല. ഒരു നാട്ടിലെ സുഹൃത്തുക്കളായ ഒരേ നാട്ടുകാരായ മൂന്നാളുകൾ കിഡ്നി രോഗത്തിന്റെ അവസാന സ്റ്റേജിലാണ്. പ്രിയപ്പെട്ടവരെ, സക്കാത്ത് കൊടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുതലാളിമാരെ, ലക്ഷങ്ങളും കോടികളും സക്കാത്ത് കൊടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സൊന്ന് ഇളകണേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് 100% അർഹതപ്പെട്ട കുടുംബങ്ങളാണ്. ഞാൻ ഒരു മുത്താലിമാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടി ധാരിക്കണ്ട്. എല്ലാവരും സഹായിക്കണം. പാവാണ്. ഞാൻ പനപ്പുള്ള ജീവിതത്തിൽ കൊതി തീർന്നിട്ടില്ല. മാസല്ലേ എല്ലാവർക്കും കൂലി കിട്ടുന്ന മാസല്ലേ. നിങ്ങളെല്ലാരും ഞങ്ങളെ സഹായിക്കണം. എന്റെ അപ്പച്ചനെ ഞങ്ങളെ കൂടെ നിർത്താൻ നിങ്ങൾ സഹായിക്കണം. അപ്പച്ചനെ രക്ഷിച്ചാൽ നല്ലൊരു കൂലി കിട്ടും. അപ്പച്ചനെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. എന്റെ കുട്ടികളെല്ലാവരും ഒറ്റക്കാട്. ഞങ്ങൾക്ക് സഹായത്തിനില്ല. ഈ നാട്ടുകാരല്ലാതെ ഞങ്ങൾക്ക് ആരും സഹായത്തിനില്ല. ഞങ്ങളെ സഹായിക്കണേ. എന്റെ കുട്ടികളെ ഞാനും ഒറ്റക്കാണ്. എന്റെ ഭാര്യക്കും എനിക്കും ആരുമില്ല. ഞങ്ങളെല്ലാവരും സഹായിക്കണേ. ഞങ്ങളെല്ലാവരും സഹായിക്കണേ. ഞാൻ സ്കൂൾ ഡ്രൈവറായിരുന്നു. എനിക്കിപ്പോ പണിക്ക് പോകാൻ യാതൊരു കഴിവില്ല. പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന, കലവറയില്ലാത്ത സ്നേഹക്കടൽ തീർക്കുന്ന മലപ്പുറത്തിന്റെ മഹിമയുള്ള മണ്ണിൽ വെച്ച് ഗതികേട് കൊണ്ട് പരിശുദ്ധമായ റംസാൻ നാളിൽ ഈ മക്കളുടെ ഉപ്പമാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു കഴിവുമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്ന് ഈ അഭ്യർത്ഥിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കാൻ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. മരണത്തോട് മല്ലടിച്ച് കിടക്കും. എന്നെ സഹായിക്കണല്ല. ശ്വാസ തടസ്സം വന്ന് കഴിഞ്ഞ ആഴ്ചയിലാണ് വെന്റിലേറ്ററിലാവേണ്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ സമദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നിൽക്കുന്ന ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്താണ് പ്രിയപ്പെട്ടവരെ സമദ് തന്റെ ജീവൻ നിലനിർത്തി പോരുന്നത്. മുണ്ടയിലെ ചെമ്പക്കൊല്ലി സ്കൂളിലെ ബസ് ഡ്രൈവറായി ജോലി നോക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ കൈകൂപ്പി നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് അവസാന പ്രതീക്ഷയാണ്. നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് ഇവരുടെ ബാപ്പയെ, ഇവരുടെ പിതാവിനെ രക്ഷപ്പെടുത്താനുള്ള അവസാന മാർഗമാണ് പ്രിയപ്പെട്ടവരെ. 39 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ചെസ്റ്റിന്റെ മുകളിലാണ് ഫിസ്റ്റുല വെച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറുമ്പലങ്കോട് താമസിക്കുന്ന പ്രിയപ്പെട്ട ജംഷീദാണ് ഇന്ന് ഗുരുതരമായിട്ടുള്ള കിഡ്നി രോഗത്തിന്റെ അവസാന സ്റ്റേജിൽ നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ പഞ്ചായത്തിലെ കുറുമ്പലങ്കോട് എന്ന് പറയുന്ന നാട്ടിലെ ഒരേ നാട്ടിലുള്ള 3 ചെറുപ്പക്കാരുടെ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. വൃക്കകളും തകരാറിലായി വൃക്കരോഗത്തിന്റെ അവസാന സ്റ്റേജിലുള്ള ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി നിങ്ങളുടെ കരുണ വേണം, കരുതൽ വേണം പ്രിയപ്പെട്ടവരെ. ഒരു കനോലി പ്ലോട്ടിൽ കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന ഒരു ചെറിയ ജോലിയാണ് പ്രിയപ്പെട്ട നൗഷാദ് കാക്കുള്ളത്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസിന് പോയി ആ ക്ഷീണം മാറാതെ 4 ദിവസവും അവിടെ ജോലിക്ക് പോയിട്ടാണ് ഇപ്പോ നിത്യ ചെലവ് പോലും നിൽക്കുന്നത്. എനിക്ക് ആരോഗ്യമില്ല, അതുകൊണ്ട് പോലെ നോക്കാൻ കഴിയൂല. ഇല്ലതുകൊണ്ട് ഞാൻ 5 കൊല്ലം ഞാൻ അവിടെ നോക്കി. ഇനി എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങളെ സഹായി എന്നെ കൊണ്ട് ശാരീരികമായിട്ടൊന്നിനും കഴിയൂല. 4 പെൺമക്കളാണ് എനിക്കുള്ളത്. അതിൽ ഒരാളെ കെട്ടിച്ചിട്ടുള്ളൂ. മറ്റുള്ളവരെ പ്രായപൂർത്തിയായി നിൽക്കാറ്. എല്ലാരും എന്റെ കൂട്ടുകാരാണ്. സഹായിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. കാര്യമില്ല, ഞങ്ങളെ രക്ഷിക്കണം. എല്ലാരും സഹായിക്കണം. ഞങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. ഞങ്ങളെ സഹായിക്കും. സമദക്കാക്ക് 2 മക്കളാണ്, ഒരു മോളും മോനുമാണ് ഉള്ളത്. അതേപോലെ തന്നെ നൗഷാദക്കാരുടെ കാര്യം ഏറ്റവും സങ്കടകരമാണ്. 4 പെൺകുട്ടികളാണ്. ഒരു മൂത്ത കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഇനി 3 പെൺകുട്ടികളുടെ ചുമതല കൂടി പ്രിയപ്പെട്ട നൗഷാദ് കാക്കാണ്. അതേപോലെ ജംഷീദ് കാക്ക് 3 മക്കളാണ്, 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അടക്കം. പ്രിയപ്പെട്ടവരെ, 9-10 മക്കളുടെ ആ ഒരു ബാപ്പമാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളൊക്കെ പാവങ്ങളാ, ചെറിയ ഗ്രാമമാ, കർഷകരാ,
കൂലിപ്പണിക്കാരാ, ഞങ്ങൾക്ക് സാധിക്കുന്നതൊക്കെ ഞങ്ങൾ ഒരു ശ്രമം നടത്തി. പ്രിയപ്പെട്ട മക്കളാണ്, സഹോദരങ്ങളാണ്, നിങ്ങൾ സഹായിക്കണേ, നിങ്ങൾ സഹായിക്കണേ, നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടവർ.